ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു മത്തിപ്പീര ഉണ്ടാക്കിയാലോ? ചൂട് ചോറിൻ്റെ കൂടെ ഈ മത്തിപ്പീര ഇങ്ങനെ ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഒരു 300 ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് കുടംപുളിയും കൂടി എടുത്തു. 2 അല്ലി കുടംപുളിയാണ് എടുത്തത്. ഇത് കുറച്ച് കൂടുതലുണ്ട്, നിങ്ങൾ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എൻ്റെ കുടംപുളിക്ക് ഇച്ചിരി പുളി കുറവാണ്, അതാണ് ഇത്രയും എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം നമ്മൾ മാറ്റി വെക്കണം, എന്നാലേ പുളി ഇറങ്ങത്തുള്ളൂ. ഇനി പീര വയ്ക്കാൻ ആവശ്യമായ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, അത് മീൻ എന്തോരമാണോ എടുക്കുന്നത് അതനുസരിച്ച് മുളക് പൊടി എടുക്കുക കേട്ടോ. ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് കറക്കിയാൽ മതി കേട്ടോ, ഓവറായിട്ട് അരഞ്ഞു പോകരുത്. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്താലും മതി. ഈ രൂപത്തിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ മീൻ പീര വെക്കുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചതച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി എടുക്കണം അത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈവച്ച് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 300 ഗ്രാം മത്തിയേ ഉള്ളൂ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാട്ടോ അരിഞ്ഞേക്കുന്നത്. ഇതിലും കുഞ്ഞാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞാക്കാം കേട്ടോ. ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ആ പുളി കഷ്ണങ്ങളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴാണ് ഓർത്തത് വെളിച്ചെണ്ണ ഒഴിച്ചില്ലല്ലോ എന്ന്. അപ്പം ഞാൻ മൂടി മാറ്റി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഓവറായിട്ട് ഇളക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ അതിരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി നമ്മൾ മൂടി മാറ്റി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി കിടക്കുന്ന മീനൊക്കെ ഒന്ന് മേളി വരണമല്ലോ. മേളി കിടക്കുന്നത് അടിയിലേക്കും പോയി നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒത്തിരി ഇളക്കരുത്. പിന്നെ എനിക്ക് ഇച്ചിരി പീര വെക്കുമ്പോൾ മീൻ ഇച്ചിരി പൊടിഞ്ഞ് കിടക്കുന്നതാട്ടോ ഇഷ്ടം. കഷ്ണം കഷ്ണമായിട്ട് കിടന്നില്ലെങ്കിലും എനിക്ക് പൊടിഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം? നന്നായിട്ട് പൊടിഞ്ഞ് കിടക്കുന്നതാണോ അതെയോ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വേറിട്ട് കിടക്കുന്നതാണോ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ അത്. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കിടുക്കാച്ചി മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എനിക്കും കൊതി വരുന്നുണ്ട് കേട്ടോ. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി താമസമൊന്നുമില്ല. തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.